ഹലോ ഗൈസ്, ഇന്നത്തോടേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് എറണാകുളം വരെ പോവുകയാണ്. ഒരാവശ്യം ഉണ്ടായിരുന്നു, എത്തിയും വരുന്നുണ്ട്. അപ്പോൾ അവളെ വീട് ഇരിഞ്ഞാലക്കുടയാണ്. അപ്പോൾ ഞാൻ ഇരിഞ്ഞാലക്കുടയ്ക്ക് ബസ് കയറി അങ്ങനെ സ്റ്റാൻഡിലൊക്കെ എത്തി. അവിടെ നിന്ന് കുറച്ച് ദൂരം കൂടി ഉണ്ട് അവളെ വീട്ടിലേക്ക്. ഞാനാണെങ്കിൽ കുട എടുക്കാനും മറന്നുപോയി. അത് തന്നെ വലിയ മണ്ടത്തരായിപ്പോയി. നല്ല വെയിലായിരുന്നു. അപ്പോൾ അവളെ വീട്ടിലേക്കൊക്കെ പോയിട്ട് ഞാൻ കുറേ നാളുകളായി. കോളേജിലായിരുന്ന സമയത്തായിരുന്നു ഇടയ്ക്കൊക്കെ പോകാറുണ്ടായിരുന്നത്. അപ്പോൾ ഇതേ അടിപൊളി കാഴ്ചയാണ് അവിടെയൊക്കെ. അതുപോലെ പാടമുണ്ട്, അതുപോലെ കുളമുണ്ട്. ഫുള്ള് നല്ല രസമാണ് ഇരിക്കാനൊക്കെ. അത്യാവശ്യം ദൂരം നടക്കാനുണ്ട് അവളെ വീട്ടിലേക്ക്. അപ്പോൾ ഞാൻ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെയിൽ മാത്രം സഹിക്കാൻ പറ്റാത്തുള്ളൂ. പിന്നെ അവളെ വീട്ടിലെത്തി കുറച്ച് നേരം ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ നേരെ ബസ് കയറാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ ചാലക്കുടിക്ക് ബസ് കയറി. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ KSRTC വിളിച്ചിട്ടാണ് എറണാകുളത്തേക്ക് പോയത്. വീഡിയോ എടുക്കേണ്ടതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണം ഞാൻ അങ്ങനെ കാണിച്ചില്ല. എന്നാലും ഞാൻ അവളെ ഞൂണ്ടി വിളിച്ച്. പക്ഷേ അവൾ വേഗം തന്നെ തിരിഞ്ഞിട്ട്. എനിക്കിങ്ങനെ ലോങ് ആയിട്ട് ഇങ്ങനെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഹെഡ്സെറ്റിൽ പാട്ടൊക്കെ വെച്ചിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. എനിക്കാണെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വിശപ്പിൻ്റെ വിളിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ എത്തി എല്ലാം കഴിഞ്ഞതിന് ശേഷം കഴിക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇരിക്കും. പിന്നെ ഒരു 1.5 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ അവിടെ എത്തി. പിന്നെ ഇറങ്ങി അവിടെ നിന്ന് നടന്നു. അത്യാവശ്യം നടക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ ഇപ്പോൾ എത്തുമെന്ന് വിചാരിച്ചിട്ട് ആൾക്കാരോട് ചോദിച്ചിട്ട് പോലും അവർക്കൊന്നും അറിയണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ലാസ്റ്റ് എത്തി. ഞാൻ ബാങ്കിലേക്കായിരുന്നു പോയത്. അവിടെ എത്തിയതിന് ശേഷം പിന്നെ അധികം നേരം ഒന്നും എടുത്തില്ല. പെട്ടെന്ന് തന്നെ അടുത്ത കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എടപ്പള്ളിക്ക് പോയി. മെട്രോ കയറിപ്പോയി ഞങ്ങൾ. അപ്പോൾ എടപ്പള്ളിയിലാകുമ്പോൾ അത്യാവശ്യം നല്ല ഹോട്ടലുകളൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ പോയതാണ്. അപ്പോൾ അവിടെ നല്ലൊരു ഹോട്ടലിൽ കയറി ഞങ്ങൾ ബിരിയാണി കഴിച്ചു. അത്യാവശ്യം നല്ല ബിരിയാണി തന്നെ ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ വിശപ്പും കൂടി ഉണ്ടായിരുന്നു. പിന്നെ പറയാൻ വേണ്ട, വേഗം തന്നെ കഴിച്ചു. പിന്നെ ഒരു സാധനപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് ദാഹമായിരുന്നു. ഇത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ബിരിയാണി കഴിച്ചു. പിന്നെ പറയാൻ വേണ്ടല്ലോ, 2 കുപ്പി വെള്ളം തീർത്തു ഫുള്ള്. പിന്നെ എടപ്പള്ളി പള്ളിയുടെ അവിടെ നിന്ന് ഞങ്ങൾക്ക് ബസ് കിട്ടി. ഞങ്ങൾ ബസ് കയറി അങ്ങനെ ചാലക്കുടിക്ക്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ ഉറങ്ങിപ്പോയി. അങ്ങനെ പാട്ട് കേട്ടിട്ട് പോയാൽ ഞാൻ വീട്ടിലെത്തിയത് പിന്നെ വൈകിട്ട് 6 മണിക്കാണ്. ദിവസം പോയത് തന്നെ അറിഞ്ഞില്ല. യാത്ര കൊണ്ട് യാത്ര തന്നെയായിരുന്നു. ഫുള്ള് ആകെ വന്ന് ക്ഷീണമായിപ്പോയി. പിന്നെ അമ്മമ്മയാണെങ്കിൽ നല്ലൊരു കടുപ്പത്തിലൊരു ചായ ഇട്ട് തന്നു. അത് കുടിച്ചു. അപ്പോഴാണ് എനിക്കൊരു ആശ്വാസമൊക്കെ ആയത്. പിന്നെ ഞാൻ കുറേ നേരം അങ്ങോട്ട് കിടക്കുക തന്നെയായിരുന്നു, ബെഡിൽ തന്നെയായിരുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.